ഒരു 1.5 വയസ്സ് മുതൽ ഒരു 5, 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വീട്ടിലെ പാരൻസിന്റെ ഒരു മെയിൻ കൺസേൺ ആണ് മൂക്കിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ മുത്തോ ബാറ്ററിയോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടുമിക്ക സമയത്ത് അത് ഫ്രണ്ടിൽ തന്നെ തടഞ്ഞിരിക്കാനാണ് സാധ്യത. പിന്നെ ചിലരുടെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ അത് നേരെ മുകളിലോട്ട് ബ്രെയിനിന്റെ ഭാഗത്തോട്ട് പോകുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ബ്രെയിനും മൂക്കും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു എല്ലുണ്ട്. അതിന്റെ താഴെ മൂക്കിന്റെ അകത്ത് നോർമലി നമ്മൾ കണ്ടുവരുന്ന ടർബുലേറ്റ്സ് എന്ന് പറയുന്ന 3 ദശകളുണ്ട്. അപ്പോൾ ഇതുള്ളതുകൊണ്ട് അത് ആ ഡയറക്ഷനിൽ പോകാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അതിന് മുന്നേ എവിടെയെങ്കിലും തടഞ്ഞിരിക്കാനാണ് സാധ്യത. പിന്നെ ചിലർക്ക് അത് എന്തുണ്ടാവുന്നുണ്ടെങ്കിൽ അത് ബാക്കിലോട്ട് പോയിട്ട് നേസോഫാരിങ്സ് എന്ന് പറയുന്ന ഭാഗത്തിലൂടെ തൊണ്ടയിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തൊണ്ടയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് 2 സ്ഥലത്തേക്ക് പോകാം. ഐദർ അത് ഈസോഫാഗസ് എന്ന് പറയുന്ന ഫുഡ് പൈപ്പ് വഴി വയറിലോട്ട് പോകാം, അല്ലെങ്കിൽ ട്രക്കിയ എന്ന് പറയുന്ന ഈ വിൻ പൈപ്പ്, കാറ്റ് പോകുന്ന വിൻ പൈപ്പ് വഴി നമ്മുടെ ലങ്സിലോട്ട് പോകാം. അപ്പോൾ ഈ വയറിലോട്ട് പോയത് അത് മോഷനിലൂടെ അത് തന്നെ പുറത്തേക്ക് വന്നോളും. പക്ഷേ ഈ ലങ്സിലോട്ട് പോയത് നമ്മൾ ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന ഇത് യൂസ് ചെയ്ത് നമ്മളത് എടുത്ത് കളയണം. മിക്കവാറും സമയത്ത് തന്നെ അത് മൂക്കിന്റെ ഫ്രണ്ടിൽ തന്നെ തടഞ്ഞിരിക്കാനാണ് സാധ്യത. അപ്പോൾ മൂക്കിന്റെ ഫ്രണ്ടിൽ തടഞ്ഞിരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ENT സർജന്റെ അടുത്ത് ചെന്ന് അത് അവരുടെ ഇൻസ്ട്രുമെന്റ്സ് വഴിയോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പി യൂസ് ചെയ്തോ നമുക്കത് എടുത്ത് കളയാൻ പറ്റും. പിന്നെ ഈ ബാറ്ററി പോലുള്ള സാധനങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബാറ്ററി പോലുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ ബാറ്ററി ഇരിക്കുന്നതിന്റെ ചുറ്റുവശം മുഴുവൻ ദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എമർജൻസി ആയിട്ട് എൻഡോസ്കോപ്പി ചെയ്ത് അത് എടുത്ത് കളഞ്ഞ് ആ ഭാഗത്ത് എന്തെങ്കിലും ഇങ്ങനെ റോഡ് ചെയ്ത് ദ്രവിച്ചിരിക്കുന്നത് നമ്മളതൊക്കെ നോക്കി അതനുസരിച്ച് നമുക്ക് മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും.